കത്തോലിക്ക സഭാധിപനെ കണ്ടെത്താനുള്ള കോൺക്ലേവ് വത്തിക്കാനിൽ പുരോഗമിക്കുന്നു. രണ്ടാം ദിവസം വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 4 തവണയാണ് ഓരോ ദിവസവും വോട്ടിംഗ് നടക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള രഹസ്യ വോട്ടെടുപ്പിന് ഇന്നലെ രാത്രി മുതലാണ് തുടക്കമായത്. 5 ഭൂഖണ്ഡങ്ങളിലെ 71 രാജ്യങ്ങളിൽ നിന്നുള്ള 133 കർദിനാൾമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ആർക്കും 2/3 ഭൂരിപക്ഷം നേടാനായില്ല. സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്നും കറുത്ത പുക വന്നതോടെ ആദ്യ ദിവസത്തെ നടപടികൾ അവസാനിച്ചു. രണ്ടാം ദിവസം രാവിലെ സാന്താ മാർത്തയിൽ നിന്നും അപ്പോസ്തലിക കൊട്ടാരത്തിലെത്തിയ കർദിനാൾമാർ പ്രഭാത പ്രാർത്ഥനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം വോട്ടെടുപ്പിലേക്ക് കടന്നു. ഇന്നു മുതൽ 4 വോട്ടെടുപ്പുകളാണ് നടക്കുക. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതുവരെ കർദിനാൾമാർക്ക് പുറംലോകവുമായി ബന്ധമുണ്ടാകില്ല. ഇന്നും തീരുമാനമായില്ലെങ്കിൽ 3-ാം ദിനമായ നാളെ പുതിയ പോപ്പ് തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി വിശ്വാസികളാണ് വത്തിക്കാനിൽ എത്തിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, മീഡിയ 1.